എങ്ങോട്ട് പോവാനാ? നാണം കെട്ട് ഈ വീട്ടില് വസുവിന്റെ കാലിന്റെ ചോട്ടി കിടക്കണോന്നോ? അയ്യോ, അവളുടെ കാരുണ്യത്തിൽ ഞാൻ കിടക്കണോന്നോ? ചേച്ചേ ചേച്ചേ, അതിനേക്കാൾ മരിക്കുന്നതാ നല്ലത്. അപ്പോ അനാഥാശ്രമത്തിൽ പോകണോ? ഞാൻ തനിച്ചു പോയ ആരവിടെ എന്നെ നോക്കും? കാർത്തികയുടെ വീട്ടിലേക്ക് ഞാനും പോകും. അവക്ക് എന്നെ വലിയ ഇഷ്ടാ. അവിടെ എനിക്ക് സമാധാനത്തോടെ കഴിയാം. ഏട്ടൻ എടുത്തത് നല്ലൊരു തീരുമാനം. തനിക്ക് വിഷമം തോന്നില്ലേ? വിഷമം എന്തിനാ? നമ്മുടെ സ്വത്ത് മുഴുവൻ അഖിലിനും ഏട്ടനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും... എനിക്ക് ഏട്ടൻ മാത്രം ഉണ്ടായിരുന്നാ മതി. സ്വത്തിനോടൊന്നും എനിക്ക് ഒരു ആഗ്രഹമില്ല. നമ്മുടെ മക്കൾക്കൊന്നും മാറ്റിവെച്ചില്ല എന്നുള്ള ഒരു തോന്നൽ തനിക്കുണ്ടാവില്ലേ? അച്ഛനും അമ്മയും ഏട്ടന് നൽകിയ വിദ്യാഭ്യാസവും സ്നേഹവും നല്ല ഗുണങ്ങളുണ്ടല്ലോ. അത് ഏട്ടൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക. എനിക്ക് അതിനേക്കാൾ വലിയൊരു സ്വത്ത് മറ്റൊന്നുമില്ല ഏട്ടാ. തന്റെ അച്ഛനും അമ്മയും ഒരുപാട് ദുഃഖിക്കില്ലേ? അവരേട്ടനെ കണ്ടിട്ടാ എന്നെ ഏട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചത്, അല്ലാതെ ഏട്ടന്റെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല. അവർക്ക് ഏട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഏട്ടൻ എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല, അവർ ഒരിക്കലും തടസ്സാവില്ല. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. താങ്ക് യു വസുന്ധര. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒക്കെ എന്തിനാ ഏട്ടാ? ഈ രാമനോടൊപ്പം ഈ സീത എപ്പോഴും കൂടെ ഉണ്ടാവും. അത് അയോധ്യ ആയിരുന്നാലും കാടായിരുന്നാലും ശരി. നമുക്ക് പോവാം വസുന്ധര. ആ സ്വത്തും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ദൂരേക്ക് പോവാം. ഒരുമിച്ചിരുന്ന് വഴക്ക് കൂടുന്നതിനേക്കാൾ നല്ലത് പിരിഞ്ഞു പോയി സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് വിഷമാവില്ലേ? അവരെ മനസ്സിലാക്കിക്കോളും. എങ്ങനെയെങ്കിലും അവരെയൊക്കെ സമ്മതിപ്പിക്കണം. ഈ പ്രായത്തിൽ നമ്മൾ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുക. നമ്മൾ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ അവരുടെ മനസ്സ് തകർന്നു പോവേട്ടാ. അറിയാം വസുന്ധര, പക്ഷേ ഇപ്പോഴെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയുടെ അവസ്ഥയോർത്ത് അമ്മയും അച്ഛനും ഇനിയും വേവലാതിപ്പെടും. അവർക്ക് അത്രയും കഷ്ടതകൾ കൊടുക്കാൻ പാടില്ല. നമുക്ക് കഷ്ടപ്പെടാം. കുഞ്ഞുങ്ങളെ നമ്മുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ചെലവ് ചുരുക്കി ജീവിക്കാം. ചില ബുദ്ധിമുട്ടുണ്ടാവുക തന്നെ ചെയ്യും. അതിനെല്ലാം വേണ്ടി നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കണം. ഏട്ടന് ഇത്രയൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഏട്ടനെ നല്ല വിശ്വാസാ. നമ്മുടെ കുട്ടികൾ പോലും നമ്മളെ ഉറപ്പായിട്ടും മനസ്സിലാക്കും. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക. താൻ നന്നായിട്ട് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം അഖിൽ. എന്റെ മോൻ നമ്മളെ പൂ പോലെ നന്നായി നോക്കിക്കോളും. അവിടെ എന്തെങ്കിലും വേണ്ടത് സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും. സ്വത്തില്ലെങ്കിൽ എന്താ? ദേഷ്യത്തിന് ഒരു കുറവുമില്ല. സ്വത്തില്ലാത്ത നിന്നെ എന്റെ മോം അംഗീകരിക്കുന്നതേ വലിയ കാര്യാ. എനിക്ക് സ്വന്തമായിട്ട് സ്വത്തില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിലയില്ലാത്തവനാവോ? നിന്റെ സ്വത്ത് കണ്ടാണ് എന്നെ നിന്റെ കൂടെ കല്യാണം കഴിപ്പിച്ചത്. നിനക്ക് സ്വത്തൊന്നും ഇല്ലെന്ന് അന്ന് എന്റെ മോം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തമ്മിലുള്ള ലവ് അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്ത് വേറെ ആരെങ്കിലും കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചേനെ.
നീ എത്ര ദേഷ്യത്തോടെ നോക്കിയാൽ യാഥാർത്ഥ്യം ഇതാടി. ദേഷ്യത്തിൽ ഇവിടെ നിറങ്ങാന്നൊക്കെ നീ ഡയലോഗ് അടിച്ചില്ലേ? പുറത്തു പോയാൽ എങ്ങനെ ജീവിക്കും നമ്മള്? ഞാൻ എങ്ങനെ നിനക്ക് ചെലവിന് തരും? ഗർഭം നശിപ്പിക്കാൻ ബുദ്ധി ഉപദേശിക്കുന്ന ആൾക്ക് എന്നെ പോറ്റാൻ കഴിവില്ലേ? അവനെ നിന്നെ അടിക്കാനായിട്ട് തോന്നുന്നില്ല. എല്ലാം നീ കാരണോടി. എന്നെ തൊട്ട് സത്യം ചെയ്തിട്ട് പോലും എല്ലാവരുടെ മുമ്പിൽ സത്യം വിളിച്ച് പറഞ്ഞല്ലേ നീ? ഭർത്താവിനോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടോ നിനക്ക്? അതുള്ളതുകൊണ്ടാ ഇതിനു മുകളിൽ നിങ്ങളുടെ പാപം എനിക്ക് ചുമക്കാൻ പറ്റില്ല. നിങ്ങളോട് സത്യം ചെയ്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിച്ചോളാം. നിന്റെ വാചകടിക്കൊന്നൊരു കുറവുമില്ല. ഇന്ന് മുതൽ നീ വേറൊരു വീട്ടിൽ ജോലിക്കാരി ആകേണ്ടി വരും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? പകലില് വാച്ച്മാൻ ആയിട്ടും രാത്രി ഗൂർഖയായിട്ടും പണിയാൻ പോവാ. അടിയെന്നാണല്ലോ, പല്ലെല്ലാം കൂടെ താഴെ കിടക്കും. ഞാൻ നിനക്ക് ഗൂർക്കയും വാച്ച്മാനൊക്കെ പോലെ ജോലി ചെയ്യണോ അല്ലേ? ഞാൻ ജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാച്ച്മാൻ ആയിട്ട് ജോലി ചെയ്യണ്ടേ? ഇത്രയും പഠിച്ച എന്നെ നാളെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിൽക്കാൻ പറയുന്നോ? അല്പമെങ്കിലും നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാര്യയായതിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ദുഃഖിക്കുക. നിനക്ക് സങ്കടമായോ ജയന്തി? നമ്മൾ ഈ വീട് വിട്ട് നാട്ടിലേക്ക് പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? ഏട്ടൻ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ വേണ്ടെന്ന് പറയാറുണ്ടോ? നിനക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മളെ മക്കളോടൊപ്പം ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞോ? ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ജയന്തി. ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് കുട്ടികള്. ഏട്ടനേക്കാൾ വലുതല്ല എനിക്കവര്. അപ്പൊ നീ എന്റെ കൂടെ ഇഷ്ടത്തോടു കൂടി തന്നെയാണോ നാട്ടിലേക്ക് വരുന്നത്? പക്ഷേ അബിയും വസുവും നമ്മളെ പോകാൻ അനുവദിക്കൂ ഏട്ടാ? ഉറപ്പായിട്ടും പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവര് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുന്ന് പോകണം. കൊച്ചുമോനെ, കാർത്തികേ, ഞാൻ റെഡി. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നേ. സത്യം പറഞ്ഞ ഏട്ടനെ എടുത്തിയും അവരുടെ നാട്ടിലേക്ക് എന്നെ വിളിച്ചേ. പക്ഷെ എനിക്ക് ആ നാട്ടുമ്പുറം പിടിക്കില്ല. ഭാസ്കറിന്റെ ഭാവനയുടെ കൂടെ തങ്ങാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ വീട്ടിൽ എന്തായാലും താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കൂടെ വരാന്ന് വെച്ചേ. ഞങ്ങള് തന്നെ എന്റെ മോൻ വീട്ടിലേക്ക് കയറ്റുമെന്ന് അറിയില്ല. ആന്റിയെ കൂട്ടിക്കൊണ്ട് പോവാനേ പറ്റില്ല. ആ എന്താ കാർത്തികേ, നിനക്കും നിന്റെ അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ? അത് വെറും തെറ്റിദ്ധാരണയാണ്. ആ എന്നെ ഈ വീട്ടില് നന്നായിട്ട് നോക്കാൻ വേണ്ടിയാ നിങ്ങളെ കൈമണി അടിച്ചത്. അത്രേ ഉള്ളൂ. കൈമണി അടിച്ചെന്നോ? എന്താ കൊച്ചുമോനെ? അപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലേ? നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിച്ചോ. ആ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താടി കണ്ണും മിഴിച്ച് നിൽക്കുന്നേ? ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. നിങ്ങൾ ഇതൊരു പോയില്ലേ? പോകല. കൊച്ചുമോനെ, ഭാസ്കരേ, ഭാവനെ, ഞാൻ റെഡി. നിങ്ങളിത് എങ്ങോട്ടാ? ആ ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ വരേണ്ടത്? സത്യം പറഞ്ഞ ഏട്ടനെ എടുത്തിയും അവരുടെ നാട്ടിലേക്ക് എന്നെ വിളിച്ചതാ. പക്ഷെ നാട്ടും പുറത്ത് എനിക്ക് എൻജോയ്മെന്റ് കിട്ടില്ല. കാർത്തികയും കൊച്ചുമോനും അവരുടെ കൂടെ ചെല്ലാനായിട്ട് എന്നെ നിർബന്ധിച്ചതാ. അവനാണെങ്കിൽ അച്ചി വീട്ടിൽ അടയിരിക്കാൻ പോവാ. എനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടല്ലടാ. എനിക്ക് അഭിയേയും വസുവിനേക്കാൾ നിങ്ങളെയാണ് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാം. പുറത്തു പോയതിനു ശേഷം 4 വീട്ടില് ജോലിക്കാരിയായിട്ട് നിൽക്കാൻ ഏട്ട സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും കൂടി ഒരു 3 വീട് തരട്ടെ. ആ എന്താണ് വീട്ടിൽ ജോലി ചെയ്യാനോ? എനിക്കെന്തിനാ വൃത്തികെട്ട പണി? പിന്നെ ഇടിവെട്ടിയവന്റെ തലയില് തേങ്ങ വീണത് പോലെ ഞാൻ നിൽക്കുന്നേ. എങ്ങനെ ജീവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഞങ്ങളവിടെ നിങ്ങൾക്ക് വരേണ്ടതല്ലേ? നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം? രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യം തന്നെയാ. എത്ര വലിയ ആൾക്കാരവര്. ഇവര് വിശ്വസിച്ചതിന് എന്നെ ചെരുപ്പ് കൊണ്ടടിക്കണം. ആ ആബിക്കിട്ട് പണി കൊടുത്തവര് എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചത് എന്റെ തെറ്റാ.
എനിക്ക് ഈ വീട് തന്നെ ആശ്രയം. അടങ്ങി ഒതുങ്ങി നിന്ന വാസു എനിക്ക് 2 നേരം ഭക്ഷണം തരുമായിരിക്കും. മോളെ വസു, മോള് വന്നോ? വാ മോളെ, വാ. സൂക്ഷിച്ച് പതുക്കെ പതുക്കെ. എന്റെ കയ്യിൽ പിടിച്ചോ, പതുക്കെ പതുക്കെ. മോളെ ഇവിടെ ഇരിക്കേ. എന്തൊരു കഷ്ടകാലം മോളെ. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. വെള്ളം കൊണ്ടുവരട്ടെ? ഇപ്പൊ കൊണ്ടുവരാം. വേണ്ട. എങ്ങോട്ടേക്കാ പോകുന്ന അച്ഛാ? ഞാനും നിന്റെ അമ്മായിയും നാട്ടിലേക്ക് പോവാം മോളെ. ഇപ്പൊ എന്തിനാച്ചാ? ഇനി ഞങ്ങൾ അവിടെ ആയിരിക്കും അബി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ ഞങ്ങൾ വരാം. എന്തു പറ്റിയമ്മേ? ഈ വീട്ടിൽ താമസിക്കാനുള്ള അർഹത ഞങ്ങൾക്കോ ഇവർക്കോ ഇല്ല മക്കളെ. ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. ഇല്ല അച്ഛാ, നിങ്ങൾ ആരും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് മരിക്കുന്നതിന് കാരണക്കാരൻ ഞങ്ങളാണ് വസു. ഞങ്ങളോട് ആ ദൈവം പോലും പൊറുക്കില്ല. നിങ്ങൾ വളരെ സമാധാനത്തോടെ അവിടെ കഴിഞ്ഞത്. നിങ്ങളെ നിർബന്ധിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞിനെ ഞങ്ങളാണ് കൊന്നത്. ഞങ്ങൾ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമൊന്നുമില്ല. എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങളല്ല ചേച്ചി. അതെങ്ങനെയോ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയതാ. അതൊരു അപകടം മാത്രം, അത്രയുള്ളൂ. അത് അപകടമല്ല വസു. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇവരൊക്കെ എന്തുമാത്രം ശ്രമിച്ചെന്ന് നിനക്കറിയാവുന്നതല്ലേ? നീ ഞങ്ങൾക്ക് മാപ്പ് തന്നാലും ഞങ്ങൾ അതിന് അർഹരല്ല. ഞങ്ങളെ പോകാൻ അനുവദിക്ക് വസു. ഇല്ല, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അച്ഛനെയും അമ്മയും ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. നമ്മളെല്ലാവരും പിരിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നടന്നതൊക്കെ നമുക്ക് മറന്നു കളയാം. എന്നിട്ട് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാം. ഒരു 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 കുഞ്ഞിനെയല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളല്ലേ? ഞങ്ങൾ ഈ വീട്ടിലിരുന്നാൽ ആ കുഞ്ഞുങ്ങളെ കൂടി ഇവരില്ലാതാക്കി കളയും വസു. ഞാൻ എന്തുകൊണ്ടാ പറയുന്നതെന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനുള്ള അർഹത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു.
എന്തേ ഈ അബി ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നേ? എല്ലാരെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കാണോ? ഞങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. ഒരുമിച്ച് കഴിഞ്ഞ് പരസ്പരം കുഴി തോണ്ടുന്നതിനേക്കാൾ പിരിഞ്ഞു പോയി അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നതാ നല്ലത്. ഇത്രയും നാൾ നിങ്ങളെയും ഇവരെയും വേർതിരിച്ച് കാണരുതെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇവര് ചെയ്ത പാപങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിനക്കും ഇവർക്കും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവരുടെ നിഴല് പോലും നിങ്ങളുടെ മേൽ പതിയരുത്. ഞങ്ങളെ പോകാൻ സമ്മതിക്കബി. നമ്മൾ ഇവിടുന്ന് പോകുന്നത് അബിക്ക് ഇഷ്ടല്ലെന്നാ തോന്നേ. നമുക്ക് ഇവിടെ തന്നെ നിക്കാം. ചത്താലും ഇനി ഇവിടെ നിക്കില്ല. ഇത്രയ്ക്ക് അപമാനം സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഞാനും അഖിലും എന്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങള് വേറെ വീട് നോക്കിക്കോളാം. നീ അതിന് തടസ്സം നിൽക്കരുത്. നിങ്ങളൊന്നും ഇല്ലാത്ത ഈ വീട്ടില് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? പറയുന്ന കേൾക്ക്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. ഏട്ടാ, ഏട്ടൻ തന്നെ പറയും. എല്ലാവർക്കും ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാന്ന് പറയും. സാർ, ഞാൻ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഉം. അഭി, എന്താ ഇതൊക്കെ? സ്വത്തിന്റെ പ്രമാണമാണ് അച്ഛാ. അപ്പോ 3 ഭാഗിച്ചതാണോ അബി? ഇല്ലമ്മേ, 2 പങ്കായിട്ടാ പിരിച്ചിരിക്കുന്നത്. ഏട്ടനും അഖിലിനും സ്വത്ത് മുഴുവനും തുല്യമായി വീതിച്ചു കൊടുത്തിരിക്കുന്നു. നിന്റെ സ്വത്ത് മുഴുവനും അവരുടെ 2 പേർക്ക് എഴുതിയെന്നോ? അതെ അച്ഛാ. എന്തിനാ അബി ഇങ്ങനെ ചെയ്തേ? സ്വത്ത് മുഴുവൻ എന്തിനാ ഇവർക്ക് എഴുതി കൊടുത്തത്? അവരെന്റെ ഏട്ടനും അനിയനും ആയതുകൊണ്ട്.
അതിനുള്ള അർഹത അവർക്കില്ല അഭി. ഇവര് മനുഷ്യരല്ല, മൃഗങ്ങളാ. മനുഷ്യനെ മൃഗമായിട്ട് മാറ്റുന്നത് പണം തന്നെയല്ലേ അച്ഛാ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എന്തിനാ അബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് നീ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെ അവസ്ഥ എന്താവും? അവരെ കുറിച്ചൊന്നും നീ ആലോചിച്ചില്ലേ? എല്ലാം ആലോചിച്ച് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. നീ തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അബി. സ്വത്ത് നീ ഇവരെ ഏൽപ്പിക്കാതിരിക്കണം. എത്ര കൊടുത്താലും ഇവരത് സംരക്ഷിക്കില്ല. അതെ അഭി, ലാഭം നോക്കാതെ ദാനം ചെയ്തിരിക്കുന്നു. ഈ മണ്ടന്മാർക്ക് നീ സ്വത്ത് കൊടുത്തിരിക്കുന്നു. ഇത്രയും നാളും നിന്റെ സ്വത്തായി ഇവർ അനുഭവിച്ചേ. ഇപ്പൊ ഈ സ്വത്തുക്കൾ മുഴുവൻ ഇവർക്ക് സ്വന്തമായാൽ നിന്നെയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ജീവിക്കാൻ സമ്മതിക്കാതെ കൊന്നുകളയൂടാ. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നില്ല അച്ഛാ. വസുന്ധരയും കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി ഇവിടുന്ന് പോവുകയാണ്.